Hello everyone, welcome to Brilliant EduTech, the best solution ever. ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എംപറിക്കൽ ഫോർമുല ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ്. ബ്ലെൻഡിങ് അസിസ്റ്റന്റിന്റെ പാർട്ട് 1-ലെ മൊഡ്യൂൾ 1-ലെ ആദ്യത്തെ ടോപ്പിക്കാണ് എംപറിക്കൽ ഫോർമുല ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്തുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമാണ് നമ്മൾ അടുത്തൊരു ക്ലാസ് പോസ്റ്റ് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കേരള PSC എക്സാംസിന് പഠിക്കുന്നവരെല്ലാവരും നമ്മുടെ ടെലിഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക് എന്താണെന്ന് ഡിസ്കസ് ചെയ്താലോ. എംപറിക്കൽ ഫോർമുല ഓഫ് കെമിക്കൽ കോമ്പൗണ്ട്സ്. അപ്പോൾ എംപറിക്കൽ ഫോർമുല, ഒരു കോമ്പൗണ്ടിന്റെ എംപറിക്കൽ ഫോർമുല എന്ന് പറയുന്നത് വളരെ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ്. അതായത് പല ആറ്റംസ് ഉണ്ട് അല്ലേ, കാർബൺ ഉണ്ടാവും, ഹൈഡ്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവും, നൈട്രജൻ ഉണ്ടാവും, ഇങ്ങനെ പലതരത്തിലുള്ള ആറ്റംസ് കമ്പോസ് ചെയ്തിട്ടുള്ളതാണ് അല്ലേ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ ഏറ്റവും സിമ്പിളായ ഒരു റേഷ്യോനെയാണ് എംപറിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി വേറൊരു ഫോർമുലയുണ്ട്, അതാണ് മോളിക്കുലാർ ഫോർമുല. ഈ മോളിക്കുലാർ ഫോർമുല എന്താ തരുന്നത്? ആക്ച്വൽ നമ്പർ ആണ്. അതായത് ആ ഒരു ആറ്റം എത്ര ക്വാണ്ടിറ്റിയിൽ, എത്ര എമൗണ്ടിൽ ഉണ്ട് എന്ന് പറയില്ലേ, അതാണ് മോളിക്കുലാർ ഫോർമുല. അപ്പോൾ നമ്മുടെ ഫോർമുലേനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത അത് എംപറിക്കൽ ഫോർമുലയാണ്. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എംപറിക്കൽ ഫോർമുലയുടെ മൾട്ടിപ്പിൾ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ജനറൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് n ഇൻറ്റു എംപറിക്കൽ ഫോർമുല എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ എംപറിക്കൽ ഫോർമുല എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് ഫോർമുലയാണെന്ന് മനസ്സിലായി. അതൊരു റേഷ്യോ ആണെന്ന് പറഞ്ഞു. ഏറ്റവും സ്മോളസ്റ്റ് പോസിബിൾ ആയിട്ട് വരുന്ന ആ ഒരു റേഷ്യോ ആണ്. സിംപ്ലസ്റ്റ് ഫോർമുല എന്നാണ് എംപറിക്കൽ ഫോർമുലനെ വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെറിയ ഇൻറ്റീജേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് എംപറിക്കൽ ഫോർമുലേനെ റെപ്രസെന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു റേഷ്യോ കാണിക്കാനായിട്ടൊക്കെ, ആ ആറ്റംസിന്റെ ഒക്കെ റേഷ്യോ കാണിക്കാനായിട്ട് എംപറിക്കൽ ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇതെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എംപറിക്കൽ ഫോർമുലയുടെയും മോളിക്കുലാർ ഫോർമുലയുടെയും ഡിഫറൻസ് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എംപറിക്കൽ ഫോർമുല എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ്. ഉദാഹരണം നോക്കിക്കേ, ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. അപ്പോൾ അസിറ്റൈലിൻ എന്ന് പറയുന്ന ആ ഒരു കോമ്പൗണ്ടിന്റെ എംപറിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH ആണ്. എന്താണ്? CH ആണ്. അതേസമയം മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് ആണ് അല്ലേ. അതേ തന്നെ നമ്മുടെ അസിറ്റൈലിൻ തന്നെ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഫോർമുല എത്രയാണ് വരുന്നത്? അതിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C2H2 ആണ്. എന്താണ്? C2H2 ആണ്. ഓക്കെ അല്ലേ? എംപറിക്കൽ ഫോർമുല വളരെ സിമ്പിളും മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസും ആണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് കാണിക്കുന്നത് എംപറിക്കൽ, കുറച്ച് നമ്മുടെ എക്സാക്ട് വാല്യൂ കാണിക്കുന്നത് എന്താണ്? മോളിക്കുലാർ ഫോർമുലയാണ്. ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുലയും എംപറിക്കൽ ഫോർമുലയും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ മോളിക്കുലാർ ഫോർമുല ഗ്ലൂക്കോസിന്റെ എത്രയാ അറിയാവോ? C6H12O6 ആണ്. എന്താണ്? C6H12O6 ആണ്. എംപറിക്കൽ ഫോർമുല വളരെ ഷോർട്ട് ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒന്നാണ്, CH2O. എന്താണ്? CH2O. ഇനി ഇവർ തമ്മിലുള്ള റിലേഷൻ എന്താണ്? റിലേഷൻ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് n ഇൻറ്റു എംപറിക്കൽ ഫോർമുല ആണ് എന്നുള്ളത് ആദ്യമേ പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിവിടെ നമുക്ക് കൃത്യമായിട്ട് കാണാം. നോക്കിക്കേ, C6H12O6 എന്ന് പറയുന്ന ആ ഒരു മോളിക്കുലാർ ഫോർമുല, ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എംപറിക്കൽ ഫോർമുല, ഗ്ലൂക്കോസിന്റെ തന്നെ എംപറിക്കൽ ഫോർമുലയായ CH2O എന്നതിന്റെ കൂടെ 6 ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുമല്ലോ നമ്മുടെ മോളിക്കുലാർ ഫോർമുലയായ C6H12O6 എന്നുള്ള വാല്യൂ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഈ ഒരു എക്സ്പ്രഷൻ വരുന്നത്. ചില സമയത്ത് എംപറിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും സെയിം ആയിരിക്കും.
ഓക്കെ, അങ്ങനെയുള്ള കേസുകളും ഉണ്ട്. ഇതും ഓർത്തു വയ്ക്കണം. രണ്ടും സെയിം അല്ലാതിരിക്കും എപ്പോഴും എന്നുള്ളതല്ല പറയുന്നത്. സംടൈംസ് എംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല ബോത്ത് ക്യാൻ ബി സെയിം. ഇത് നോട്ട് ചെയ്യണേ. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിലൊക്കെ നമുക്ക് വരാം ഇതുപോലെയുള്ള കൺഫ്യൂസിങ് സ്റ്റേറ്റ്മെന്റുകൾ. അതുപോലെ ഈ ഒരു എക്സ്പ്രഷൻ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് n ഇൻറ്റു എംപിരിക്കൽ ഫോർമുല ആണ് എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും നമുക്ക് സ്റ്റേറ്റ്മെന്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ ആ ഫോർമുല എന്താണെന്ന് ചോദിക്കാം. എങ്ങനെ നമുക്ക് മോളിക്കുലാർ ഫോർമുല എംപിരിക്കൽ ഫോർമുല നിന്ന് കിട്ടാം എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷൻ നിങ്ങൾക്ക് തരാം, അല്ലേ? ഗ്ലൂക്കോസിന്റെ എംപിരിക്കൽ ഫോർമുല കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ മോളിക്കുലാർ ഫോർമുല കണ്ടുപിടിക്കാനോ ഒക്കെ നമ്മുടെ അടുത്ത് ചോദിക്കാം, അല്ലേ? ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾ ഓരോ പോർഷനും ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യണം, ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എംപിരിക്കൽ ഫോർമുല വളരെ സിമ്പിൾ ആണ്. ലോവസ്റ്റ് റേഷ്യോ ഓഫ് ഹോൾ നമ്പേഴ്സ്, ആ ഒരു എലമെന്റിനകത്ത്, ആ ഒരു കോമ്പൗണ്ടിനകത്ത് കാണുന്ന ഓരോ എലമെന്റിന്റെയും ആ ഒരു ലോവസ്റ്റ് റേഷ്യോ ആണ്. ടോട്ടൽ നമ്പറിനെ പറ്റി ഒരു ഇൻഫർമേഷൻ ഇവിടെ തരുന്നില്ല. മോളിക്കുലാർ ഫോർമുലയാണ് നമുക്ക് അവിടെ ഇൻഫർമേഷൻ തരുന്നത്, എക്സാക്ട് നമ്പർ തരുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ക്ലിയർ ആണല്ലോ? ചെറിയൊരു കൺസെപ്റ്റ് അല്ലേ? സിമ്പിൾ ആയിട്ട് പഠിക്കാലോ. ഇവിടെ നിങ്ങൾക്ക് ഒരു ടേബിൾ, ഒന്നല്ല 2-3 ടേബിൾ ഉണ്ട് കേട്ടോ, അത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും സെയിം ആയിട്ടുള്ള വാട്ടറിനെ കാണാം. നോക്കിക്കേ, വാട്ടറിന്റെ മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും H2O എന്ന് തന്നെയാണ്. അപ്പൊ നമ്മുടെ അടുത്ത് ചോദ്യം വരാവല്ലേ? എന്ത് വരാം? മോളിക്കുലാർ ഫോർമുല ആരുടെയാണ് സെയിം ആയിട്ടുള്ളത്? അതിന് ഉദാഹരണമായിട്ട് പലതും തരാം. അതിൽ വാട്ടർ ഉണ്ടെങ്കിൽ വാട്ടറിനെ പിക്ക് ചെയ്യണം, മറക്കരുത് കേട്ടോ. ഇനി ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും ഡിഫറെന്റ് ആണ്. ഗ്ലൂക്കോസിന്റെ മോളിക്കുലാർ ഫോർമുല C6H12O6 എന്നാണെങ്കിൽ എംപിരിക്കൽ ഫോർമുല CH2O എന്നുള്ളതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് നോക്കിക്കേ, അതിന്റെ മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും ഡിഫറെന്റ് ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ആണ്, അല്ലേ? എംപിരിക്കൽ ഫോർമുല അതിന് HO എന്ന് മാത്രമേ ഉള്ളൂ. ബ്യൂട്ടൈനിൻ്റെത് C4H10 ആണ് മോളിക്കുലാർ ഫോർമുല വരുന്നത്. അതേസമയം എംപിരിക്കൽ ഫോർമുല C2H5 എന്നുള്ളതാണ്. ബെൻസീൻ C6H6 ആണ് മോളിക്കുലാർ ഫോർമുല കാണിക്കുന്നത്. എംപിരിക്കൽ ഫോർമുല CH ആണ്. ഈ ടേബിളിനകത്ത് വാട്ടർ മാത്രമാണ് മോളിക്കുലാർ ഫോർമുലയും എംപിരിക്കൽ ഫോർമുലയും സെയിം ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്തേക്കണേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മുടെ അടുത്ത് ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വരാം കേട്ടോ. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ എംപിരിക്കൽ ഫോർമുല എന്താണ്, മോളിക്കുലാർ ഫോർമുല എന്താണ്? അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് ചെറുതാണെങ്കിലും ക്വസ്റ്റ്യൻസ് ആലോചിച്ച് നോക്കിക്കേ, എന്തുമാത്രം ചോദ്യങ്ങളാണല്ലേ വരുന്നത്. അപ്പൊ ഇങ്ങനെ എല്ലാ ആംഗിളിൽ നിന്നും ചിന്തിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മറ്റൊരു ടേബിളും കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. എംപിരിക്കൽ ഫോർമുല വേഴ്സസ് മോളിക്കുലാർ ഫോർമുല. നമ്മൾ CO2ന്റെയും മോളിക്കുലാർ ഫോർമുലയും അതുപോലെ എംപിരിക്കൽ ഫോർമുലയും എന്താണ്? സെയിം തന്നെയാണ്. H2Oന്റെയും അങ്ങനെ തന്നെയാണ്. ഇനി നൈട്രജൻ ഓക്സൈഡ് മോളിക്കുലാർ ഫോർമുല N2O4 എന്നുള്ളതാണ്. P2O5 മോളിക്കുലാർ ഫോർമുല P4O10 എന്നുള്ളതാണ്. C5H11 അതിന്റെ മോളിക്കുലാർ ഫോർമുല വരുമ്പോൾ C10H22 എന്നാവും. അതുപോലെ C2H6O എന്നതിന്റെ മോളിക്കുലാർ ഫോർമുല C6H18O3 എന്നുള്ളതാവും. ഇങ്ങനെ നമ്മുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചേക്കാം, പഠിക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ബ്ലെൻഡിങ് അസിസ്റ്റന്റിന്റെ പാർട്ട് 1 ആദ്യത്തെ മോഡ്യൂളിലെ ചെറിയ കൺസെപ്റ്റ് ആയിരുന്നു എംപിരിക്കൽ ഫോർമുല. ഈ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും ക്ലാസ്സുകൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം എവിടെ നിങ്ങൾ സപ്പോർട്ട് നിർത്തുന്നു അവിടെ നമ്മൾ ക്ലാസ്സും സ്റ്റോപ്പ് ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇനിയും പറയാനുള്ളത്. കാരണം ഓരോ ക്ലാസ്സുകളും എഡിറ്റിങ്ങും അതുപോലെ റെക്കോർഡിങ്ങും എല്ലാം കഴിഞ്ഞാണ് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത്. അപ്പോൾ അത്രയധികം എഫേർട്ട് ഇവിടെ പുറകിൽ നിന്ന് ഇടുമ്പോൾ നിങ്ങളത് കാണാൻ കൂടെ മെനക്കെടുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് അതിന് പോലും സമയം മാറ്റിവെക്കാനില്ലെങ്കിൽ നമ്മളിവിടെ ഈ ഒരു ക്ലാസ്, ഫ്രീ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ടൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫ്രീ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക, സിൻസിയർ ആയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ഈ പറയുന്ന ബ്ലെൻഡിങ് അസിസ്റ്റന്റ് എന്ന എക്സാമിന് കൃത്യമായിട്ട് പഠിക്കാൻ, ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കാനായിട്ട് വില്ലിംഗ് ആയിട്ടുള്ളവർക്ക് നമ്മൾ സർവീസസ് പ്രൊവൈഡ് ചെയ്യാണ്. നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്യാണ്. സ്റ്റഡി പ്ലാൻ റിമൈൻഡേഴ്സ്, എക്സാം ഓറിയൻറ്റഡ് MCQ പ്രാക്ടീസ്, സിലബസ് ഓറിയൻറ്റഡ് നോട്ട്സ്, കംപ്ലീറ്റ് നോട്ട്സ്, ഡൗട്ട് ക്ലിയറൻസ്, സ്റ്റഡി ആൻഡ് മെൻറ്റർ സപ്പോർട്ട്, റിവിഷൻ ടെസ്റ്റുകൾ, മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, സെൽഫ് അനാലിസിസ് എന്നിവയിലൂടെ നിങ്ങളുടെ ഒരു പ്രിപ്പറേഷൻ ദിനം പ്രതി എങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യാവുന്നതാണ്.
കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടായിരിക്കും നമ്മൾ ഈ ഒരു കോഴ്സ് കൊണ്ടുപോകുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ മറക്കാതെ തന്നെ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ തരുന്നതായിരിക്കും. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ചെയ്യുന്ന ഓരോ എഫേർട്ടിനും ചെറിയൊരു റെസ്പെക്റ്റും ലവും ഒക്കെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇനി വേറെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതൊരു സജഷൻ ആയിട്ട് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറക്കാതെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോഴാണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട് നമുക്കും ഒരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.